ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മുതലാളിയുടെ റിസപ്ഷൻ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഈ നട്ടപ്പാതിരക്ക് എന്തെന്നൊരു റിസപ്ഷൻ, വൈകിട്ടില്ല റിസപ്ഷൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ മുതലാളിക്ക് കൊടുക്കാനുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പം അത് എടുക്കാൻ വേണ്ടി നമ്മൾ തമ്പാനൂർ വന്നിരിക്കുകയാണ്. തമ്പാനൂരിൽ നിന്ന് സാധനം വണ്ടിയിൽ കയറ്റി വിട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സാധനം എത്തി. ആ സാധനം എന്താണെന്ന് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല, ഈയിടെ മനമേ അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇത് നമ്മൾ NYC കൊണ്ട് വെക്കുന്നു. NYC നിന്ന് പിന്നെ എന്താ പറയുക, നാളെ നമ്മൾ ആ റിസപ്ഷൻ നടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എടുത്തിട്ട് അവിടെ ഏതെങ്കിലും റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോയി കൊടുക്കാനുള്ള പരിപാടിയാണ്. വല്ല മനസ്സിലായി. അതായത് ഞാൻ, നിതിൻ, ജോബി, സന്ദീപ്, നമ്മൾ ഇത്രയും പേരും കൂടി ചേർന്നിട്ടാണ് ഗിഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ നേരെ കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങാണ്. ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മളിത് ഗിഫ്റ്റ് കളക്ട് ചെയ്തിട്ട് നേരെ NYC കൊണ്ടുപോകട്ടെ. നമ്മൾ അങ്ങനെ NYC കൊണ്ടുവന്ന് സാധനം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്, പലയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റേഡിയം വരെ പോകുന്നത് ചെറിയൊരു ആവശ്യകതയുണ്ട്. നമുക്ക് സ്റ്റേഡിയത്തിൽ പോയി അവിടെ അവിടെ എന്തരായി എന്താന്നൊക്കെ നോക്കാൻ വേണ്ടി നന്ദോളയം വേണം, നമുക്ക് നോക്കിയിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്റ്റേഡിയത്തിൽ പോയി നോക്കാം. ഇവിടെയാണ് ഫുള്ള് പരിപാടി നടക്കാൻ പോകുന്നത്. വൻ സെറ്റപ്പ്. നാളത്തെ റിസപ്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ രാത്രി വന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നാളത്തെ പരിപാടിക്ക് വേണ്ടി ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വേറെ നമുക്ക് വേണ്ടി മുതലാളി ജംഗ പാട്ട് കയറിയത് ഫോട്ടോ എടുക്കാൻ തരുന്നത്. ഇതെങ്കിലും സക്സസ് ആവണം. എനിക്ക് സക്സസ് ആക്കണമെന്നുണ്ട്. ബെൻസ് എന്ന് പറഞ്ഞൊരു മോനാണ് ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നത്. ഞാനാണ്. എനിക്ക് ചെറിയ തെറ്റ് വെച്ചാൽ ഏതൊരു പോലീസുകാരൻ തെറ്റ് വെച്ചല്ലോ. അപ്പം നാളെ അങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് മുതലാളി ജംഗ എന്ന് പറഞ്ഞ് പാട്ടിട്ടുണ്ട് കയറി പറഞ്ഞു. നിങ്ങൾ വരുവോ? അത്ര വരുവോ? പാട്ടെന്തായാലും വിഷയം, സാധനം കൊടുക്കണമല്ലോ. നാളെ പാട്ടിട്ടുണ്ട് കയറാം. മറ്റേ മുതലാളി ജംഗ പാട്ടിട്ടുണ്ട് കയറാം. നീ വന്നില്ല കൊല്ലിഞ്ഞ് ഇൻട്രോവേർട്ടിന്റെ അങ്ങേറ്റാണ് നീ. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ ആ പാട്ടിട്ട് കയറാൻ പറ്റട്ടെ, ഇല്ലെങ്കിൽ സാധാരണ രീതി കയറാം. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് ഫുള്ളത്തെ. നാളെ കാണിച്ചാൽ എൻ്റെ ഫുൾ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ ഇന്നലെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് റൂമിൽ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് ചക്ക വെട്ടിയിട്ടാണെന്ന് തുടങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ എണീറ്റ് നേരെ വീണ്ടും നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക്, നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇനി പോയി അവിടെ തന്നെ പരിപാടികളില്ല, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. എനിക്ക് അറിയാമല്ലോ, നിങ്ങൾ കാണുന്നതല്ലേ, ഓട്ടത്തോട്ടായിരിക്കും. സോ ഞാനിതിൽ അങ്ങോട്ട് പോട്ടെ. ജോബി റെഡിയായിട്ട് ഇപ്പോൾ ഉണ്ട്. ഞാനും ജോബി, നിതിന്, നമ്മൾ ഓൾ ടീം ഇനി അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ റെഡിയാകാൻ വേണ്ടി മാത്രമാണ് ഇനി ഓഫീസിലേക്ക് വരുന്നത്. റൈഡർ ജോബി റെഡി, നമ്മൾ റെഡി, ഇനി പോണം. ഹേ ഗൈസ്, നമ്മൾ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലുലു മാളിൽ വന്നിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ ഞാനും ഇതിനും ലാലേട്ടനും കൂടെ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മ ഓട്ടത്തില്ല ഇത്. ഞാനൊരു നമുക്കേ മറ്റേ കാലം മറ്റേ ഇത് സാധനം വെപ്പിച്ചല്ല, മറ്റേ വെയിലുള്ള ഷൂ വെച്ചാലാടാ, അതായിരിക്കും നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ അത് നീങ്ങി നടന്നാൽ മതില്ല. എന്തായാലും നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. പോയി നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, കിമ്പിളക്കിച്ച് സാധനം. ഇതെങ്ങനെ നമ്മുടെ ഇൻട്രോ കിട്ടിയിരുന്നെങ്കിലല്ലേ വേറെ റേഞ്ചാക്കായിരുന്നു. റേഞ്ച് സാധനം ഇതിനാണോ എന്തോ. അമ്മേ, നമ്മളെ ലുലു എന്നുള്ള സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റേഡിയത്തിൽ പോകുന്നു. ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് പോകുന്നു, റെഡിയാവുന്നു, വരുന്നു. ഞാനും ബൗൺസേഴ്സ് ചെയ്തുള്ള ടൈപ്പിൽ ഓരോ പരിപാടികൾ സെറ്റ് ചെയ്യുന്നു, ഓരോരുത്തർ ടേക്ക് ചെയ്ത് അകത്തേക്ക് ഇരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. വിശക്കുന്നുണ്ട് നല്ല പോലെ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നല്ലപോലെ വിശക്കണം. വയറ് കണക്കിങ്ങനെ ഗുളു 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 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ലുലുവിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ സ്റ്റേഡിയം. ഓക്കെ, ഹേ ഗൈസ് അങ്ങനെ നമ്മൾ എന്തുവായിരുന്നു, സ്റ്റീമറൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അവിടെ സെറ്റ് ചെയ്ത് അതിൻ്റെ കട മുട്ടം ഒരു 10 വിളി. സ്റ്റീമർ വർക്കാവണില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പിടിയിട്ട് അതിൻ്റെ പവർ പ്ലഗിൽ അത് കുത്താൻ പറ്റത്തുള്ളായിരുന്നു. എൻ്റെ പൊന്നെ, എന്നെ അവിടെ നിന്ന് സന്തോഷമായിട്ട് വിളിക്കുന്നത്, എന്നെ PP വിളിക്കുന്നത്, കണ്ണം വിളിക്കുന്നത്, അങ്ങനെ വിളിയോട് വിളി.
അവസാനം പവർ പ്ലഗ് മാക്കും തിരിയുന്നു പവർ പ്ലഗിൽ കൊണ്ട് കുത്തിയപ്പോഴത്തേക്കും സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അച്ചു എൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് കാണിച്ചു കൊടുത്തടാ, ഒന്ന് ലുക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ എൻ്റെ. കറക്റ്റാണോ? ഓക്കെ. അജി ഒന്ന് ഓഫറിൽ കിട്ടിയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ്. അച്ചു എക്സിക്യൂട്ടീവ് ലുക്ക്, സന്ദീപ് എക്സിക്യൂട്ടീവ് ലുക്ക്. ഓക്കെ. അപ്പം നമ്മൾ നിതിൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ റെഡി ആക്കുമ്പോഴത്തേക്കും നിതിൻ്റെ ഏതൊരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഫ്രണ്ടും കൂടെ വന്നിട്ട് വേണം നമുക്ക് അവനെ കൂടെ കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം അവൻ കാറിലാണ്. അപ്പം അവൻ്റെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ് ഇല്ലേ, അവരാണ് അവരാണെന്നോട് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ്റെ കാറിലങ്ങ് പോകും. ഇപ്പം എന്തായാലും എനിക്ക് അവിടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സീനില്ല. പക്ഷേ കല്യാണം ഹോള് മോനെ വേറെ റേഞ്ചിൽ പോയി കേട്ടോ, കിട്ടില്ല. പ്രീമിയത്തിന് അങ്ങറ്റം. പിന്നെ നമ്മളുടെ ഗിഫ്റ്റ് കൊടുക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇവർ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ലേറ്റായി പോവും. സോ നമുക്ക് അത് എന്തായാലും സെറ്റ് ചെയ്യണം. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, ഇനി എന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് വരട്ടെ. ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ പോകുന്ന BM-ലാണ്. BM-ല് പൊളിച്ചിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം പറ്റാത്തതിൻ്റെ മാസ് എൻട്രി നമ്മൾ ഇന്ന് തകർക്കുന്നതാണ്. BMW ഞാൻ മാറിയിട്ടില്ല. BM-ന്റെ മുതലാളി നമ്മളെ കാണാൻ എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാ നന്മയുള്ള BMW-ന്റെ മുതലാളി. എടാ ബ്ലോഗറൊക്കെ കണ്ടായിരുന്നാ? നല്ലവനായ BMW മുതലാളിക്ക് ഭയങ്കര കമന്റ്. എടാ ഇന്ന് പൊട്ടിക്കണം, ഫ്രണ്ട് പൊട്ടിക്കണം. ഓക്കെ, നമ്മൾ ഇറങ്ങട്ടെ. ഇന്ന് ആ കഴിഞ്ഞ ദിവസം പറ്റത്തില്ല. ഫ്രണ്ട് എടാ ഫ്രണ്ട് പ്ലീസ് എടാ പ്ലീസ് എടാ പ്ലീസ് എടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനില്ലടാ. എടാ ഒന്നടാ. ഓക്കെ ഓക്കെ. ഇപ്പൊ വന്ന് കഴിക്കാറാ. ഹലോ അച്ഛാ പറ. ഓ നമ്മൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളു, ഞാൻ എത്തുന്നേ ഉള്ളു. നിങ്ങൾ പോര്, ലൊക്കേഷൻ അറിയാലോ. ആ ഓക്കെ, നിങ്ങൾ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഇല്ല എന്ത് പേടിക്കാൻ? ആ നോക്കാം. ഓക്കെ ശരി ശരി. നമ്മൾ എത്താൻ പോണു. കഴിഞ്ഞ പ്രാവശ്യം പൈസ എൻട്രി ഇപ്രാവശ്യം നമ്മൾ എടുക്കുമല്ലോ നീരെ തോന്നുന്നു. ശുഭപ്രതീക്ഷ, ശുഭ ആരംഭം. ഇതിന്റെ ഫ്രണ്ടിൽ പവർ കിട്ടണില്ല. അപ്പുറത്ത് വിള കിടക്കും. എല്ലാരും അംബിയേജ് തുറക്കണം. അങ്ങനെ തുറക്കടാ വെയിറ്റ് ചെയ്യും. ഇതിനെ നീ എടുത്തോടെ, എന്റെ കയ്യൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങടാ എടാ, എന്റെ കൈ ഇറങ്ങണ്ട. ഇറങ്ങണ്ട. അടിച്ചു വിട്ടല്ലോ. അമ്മ പോയാ നമ്മൾ എൻട്രി കഴിഞ്ഞു. നമ്മുടെ എൻട്രി കഴിഞ്ഞ ശേഷം മുതലാളികളെ വിളിക്കാൻ വേണ്ടി പോയാണ്. അപ്പം അതിനു വേണ്ടി പോക്കാണ്. മുതലാളിയെ കാറിൽ കൊണ്ടുവരാന്നുള്ള പ്ലാനാണ്. അവിടെ ബ്രൈഡ് ആഗ്ലൂരിനെ പിക്ക് ചെയ്യാൻ പോവാ. കിട്ടോളൂ. ഗേറ്റ് നമ്പർ 24. നമ്മൾ അവരുടെ കൂടെ പോട്ടെ. നമ്മുടെ ബമ്പർച്ചിൽ അവരെല്ലാം വന്നതാണ്. അപ്പൊ എല്ലാരും എന്നെ കണ്ടപ്പോൾ നിർത്തിയത്. നമ്മള് മറ്റവരുടെ കൂട്ടത്തിൽ ബാക്ക് ഒപ്പനെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പ്ലാൻ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു.
അമ്മ മനസ്സ് തങ്ക മനസ്സ് പാടിട്ട് കൊടുത്തു നൈസല്ലേ അപ്പത്തേക്ക് തെറ്റാണ് നമ്മുടെ പൊറോട്ട കമ്പനി തെറ്റ് നമ്മൾ രണ്ടു നമ്മൾ പാസ്സാക്കിയില്ലേ അമ്മത്തിനെ പാട്ട് വരട്ടി വന്നില്ലേ തെറ്റായിരുന്നു എല്ലാം കൂടെ ചേർത്തങ്ങ് പറഞ്ഞു സന്തോഷം സമാധാനം അതെ സന്തോഷം അല്ലാതെ എന്ത് പറയാനാ താരം പിടിച്ചിട്ട് പോടാ അതതിന്റെ ഇപ്പഴാണ് വന്ന് അത് പോയി എന്താ ഒരനക്കും ഇല്ല എന്ത് ലേറ്റ് ആയതാ ചുമ്മാ എന്നെ ചോദിക്കണ്ടേ അത് കാരണം ചോദിച്ചാൽ ഇവര് വന്നിട്ട് ഇവരെ കാണാൻ വേണ്ടി സമയം കിട്ടാനുള്ള ഫോട്ടോ എടുപ്പിന് വരൊക്കെ ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ബമ്മരിച്ചിരിയാണ് ടീമിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ സെറ്റ് ചെയ്യണം ഞാൻ ഫുള്ള് ഓട്ടമായിരുന്നു അങ്ങനെ കടൂരമ്മ ഡാൻസ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം നല്ല പരിചയമുണ്ടല്ലോ സാറ് ഞങ്ങൾ തന്നെയാണ് സാറിനെ കാണാൻ പറ്റിയ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് പക്ഷെ ഹരിഹരന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റിയാണ് സാറിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഹരിഹരനെ പോലെ ആക്ടറിന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയാൻ ഭാഗ്യം വേറുണ്ടോ സാറിന് ആ അതാണ് എടാ നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഉണ്ടല്ലോടാ സോഡ്ജൊന്നും അങ്ങനെ എന്താ പറയാ ഞാൻ എന്താണെന്നറിയില്ല ഇവരുടെ കൂടെ എല്ലാവരും സോഡ്ജ് മാത്രം വേറെ വഴിക്കൂ അതെങ്ങനെയാണ് പോകുന്നത് അതെന്താ അങ്ങനെ പോകുന്നത് ഒരു ചോദിച്ചില്ലേ പലരുടെയും ചോദിച്ചില്ല സോഡ്ജ് മാത്രമേ എവിടെ സോഡ്ജിനെ കണ്ടു കിട്ടുന്ന ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ സോഡ്ജ് എവിടെ പോകുന്നെന്നുള്ളതൊക്കെ അങ്ങനെ എന്റെ തിരുവനന്തപുരത്തെ പെങ്ങളും എന്റെ വൈഫും തമ്മിൽ ആത്മലാസ് കണ്ടുകൊണ്ടിരിക്കുക ഇവള് മാത്രം നിന്നെ കാണാത്തില്ലല്ലോ ഇവള് മാത്രം നിന്നെ എപ്പോഴും ചോദിക്കും നിന്നെ കണ്ടില്ല കഴിഞ്ഞ ദിവസം സൈനസൈറ്റിസ് വന്നപ്പോൾ ഇവളാണ് എനിക്ക് മരുന്ന് ചെയ്തിട്ടുണ്ട് കടകളൊക്കെ ഞാൻ വിളിച്ചെടുക്കുക എടി വയ്യ ഇതാണെന്നുണ്ട് രണ്ട് ഡോക്ടർ എമർജൻസി ഡോക്ടറാ തേടുന്നു കേട്ടോ ടാറ്റാ നൈറ്റ് കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണമാണ് മുഖത്തുള്ളത് കൈ പിടിച്ചിരിക്കുക അയ്യോ എന്റെ കൈ പിടിച്ചിരിക്കണേ ഞാനിവിടെ വന്നിട്ട് പിന്നെ അവളെ കണ്ടിട്ടില്ല അതാണ് കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്യണം അത് നമ്മളെന്താ ആ സാധനം സെറ്റ് ചെയ്യട്ടെ ജോബിനെ വിളിച്ചിട്ട് സന്ധ്യനെ വിളിച്ചിട്ട് സാധനം കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാം ഇല്ലെങ്കിൽ ശരിയാവില്ല കുറേ കോൾ വന്നിട്ടിരിക്കും അതാണ് എൻ്റെ ഫോൺ എനിക്ക് കിട്ടാൻ പറ്റത്ത് ഓൾറെഡി അവിടെ ഡാൻസും പരിപാടി എല്ലാം കഴിഞ്ഞ് എൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഇതാണ് ഐശുവിൻ്റെ ചെന്നൈയിലെ സുഹൃത്തുക്കൾ ഐശുവിൻ്റെ എങ്ങനെയാണ് ഡാൻസ് ഐശു കളിക്കാൻ പറ്റിയില്ലേ വയ്യായിപ്പോയി പക്ഷേ ഇതിനകത്ത് ഞാൻ പ്രാക്ടീസ് കണ്ടുകൊണ്ട് പറയാണ് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ഐശു ആയിരുന്നു സത്യം സീരിയസ്ലി നിനക്ക് അറിയാൻ പറ്റത്തോണ്ടാണ് അങ്ങനെ പറയൂടാ നമ്മുടെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമില്ലണ്ടോ ഇപ്പൊ ആ ഒരു നിമിഷം നിങ്ങൾക്ക് മിസ്സായി പോയി സങ്കടപ്പെടരുത് ഒരിക്കലും സങ്കടപ്പെടരുത് വീഡിയോ എന്റെ ഇല്ല വെരി ഗുഡ് ഇവ ജോബിനാ അംജു നമ്മളിപ്പോ സാധനം കൊടുക്കാൻ പോവാണ് അത് നീ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നീ എന്റെ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ മതി ഹായ് വാണി അതൊക്കെ ഉണ്ട് എടാ ഇത് വാണി നമ്മുടെ ഗുരുവായൂരത്തെ ഫ്രണ്ടാണ് ഗുരുവായൂർ എന്തെങ്കിലും ഇവിടെ വിളിച്ചത് അവിടുത്തെ ലോക്കൽ ഡോൺ ആണ് ഗുരുവായൂർ അമ്പലമാണ് അതാണ് അവിടുത്തെ ലോക്കലാണ് ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നാ എങ്ങനെയുണ്ടായിരുന്നു എല്ലാം പഠിപ്പിച്ച് ഞാനാണ് എല്ലാം പഠിപ്പിച്ച് ഞാനാ എല്ലാം ഡാൻസ് പഠിപ്പിച്ച് ഞാനാ വിഷയം സാധനം സത്യം വിഷയം സാധനം ഇത് പൈസ വാങ്ങണേടാ വിഷയം സാധനം അല്ലടാ അല്ലടാ വിഷയം സാധനം അയച്ചു ഇങ്ങനെ ഒരു സാധനം ഇനി കോൾ വന്നോണ്ടിരിക്കുക ഞാൻ ശരിയാന്ന് വിളിച്ചോ ആർജെ ഷിപ്പിന് എന്തൊരു ഗിഫ്റ്റ് എന്തൊരു ഇത് ഉരുളിയാടാ ഉരുളിയാണ് സ്വർണ്ണത്തിലുണ്ടാക്കിയ ഉരുളിയാണ് ഏത് അമ്പലത്തിൽ അടിച്ചു പറ്റിയാണ് അതായത് മംഗലത്തെ വീടിന്റെ ഫ്രണ്ടില് പിള്ളേരിനി ഓടി കളിക്കണം അതിന് വേണ്ടി ഉരുളി മത്തി ഇത് ഏത് അമ്പലത്തിൽ അടിച്ചു എടാ എവിടെ സഞ്ജീവേ ഇതാ പറഞ്ഞു കൊണ്ടേ കൊടുത്ത് ഇതാ പറഞ്ഞു പുറത്തേക്കാ ഹായ് സോജന എവിടെയായിരുന്നു കണ്ടില്ലല്ലോ ഹരിഹരനും പോലീസുകാരത്തെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നിങ്ങളെ കണ്ടില്ല എവിടെ ഉണ്ടായിരുന്നു
മനക്കോട്ടെ ഇവനെ മാത്രം കാണുന്നില്ല. കിട്ടാനില്ല. ഇല്ല സോട്ട് എവിടെയാണോ എന്തോ. എന്നെ കിട്ടൂലേ? എപ്പോ വന്നു കഴിച്ചോ? ഫ്ലൈറ്റിന് പ്ലാൻ ചെയ്ത് ഓക്കെ. ഞാൻ ചെണ്ടമേനോട് വൈബായിക്കോണം. ചെണ്ടമേനോട് വൈബായിക്കണം. എടാ ചെണ്ടമേനോട് വൈബായിക്കോണം. ചെണ്ടമേനോട് ഇപ്പൊ തുടങ്ങും വൈബായിക്കോണം. അത് ഡാൻസ് ആയിരുന്നു. അവർ എൻട്രി ഡാൻസ് ഒക്കെ അത് കഴിഞ്ഞില്ലേ? എൻട്രി ഡാൻസ് അല്ല അതൊക്കെ കഴിഞ്ഞു. ചെണ്ടമേനോട് മാക്സിമം വൈബായിക്കണം. ബാക്കടെ സൈഡിൽ വെച്ചേരി. അത് ചെണ്ടമേനുണ്ട് അതിന് സെറ്റാക്കാൻ. ഇതിനെ എവിടാ? അയ്യോ നിയാസിക്ക നിയാസിക്ക തിരക്കാണ് അതുകൊണ്ടാണ്. എടാ ഫ്രണ്ട് കേട്ടോ ഫ്രണ്ട് കേട്ടോ. വിഷ്ണുത്തെ എന്താണ് പരിപാടി? ചെണ്ടമേളാണ് പരിപാടി. ചെണ്ടമേളാണ് പരിപാടി. മേളം 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 മേളം. മേളം മേളം. ആരാ മേളത്തിൽ? ആശാൻ 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 ആശാൻ. വാ 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 വാ. എന്താടാ 3 പേര് ഇവിടുന്നാണ്. എടാ 3 പേര് ഇവിടുന്ന്. ബാക്കിയുള്ളവർ അങ്ങോട്ട് വാ. നമ്മുടെ വെളിയുള്ളവർ വാ. നമ്മളെ ഒരു ഫ്യൂഷൻ ചെണ്ടമേളില്ലേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ എൻട്രി സെറ്റ് ചെയ്യാണ്ട് ഒരു സെക്ഷൻ ഷൂട്ട് ചെയ്യുന്നത് ഞാനാണ്. ബാക്കി സെക്ഷനിൽ ജോബി അവന്മാരൊക്കെ നിൽപ്പുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്താവും എന്നുള്ളത്. ഇവരെ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് അർമാദിക്കാനായിട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അണ്ണാ എങ്ങനെ ഇടണം? വൈബ് എങ്ങനെ ഇടണം കല്യാണത്തിൻ്റെ? തെറ്റല്ലേ അണ്ണാ? എങ്ങനെ ഇടണം പറയണ? അയ്യോല്ലേ തെറ്റല്ലേ? പൊളിയല്ലേ? അതാണ് നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ ഇവരുടെ വീഡിയോ എടുക്കട്ടെ.
ബിൻസിയെ തട്ടിക്കൊണ്ടോടെ നന്ദോളെ തട്ടിക്കൊണ്ടോടെ അയ്യോ ബിൻസിയെ തട്ടിക്കൊണ്ടു അമ്മേ അമ്മേ ഹായ് മോനെ ഹായ് ഒട്ടും വിയർപ്പില്ല എല്ലാരും ഇരിക്കാൻ എന്തുവാടേ നിക്കളി ആരുടെ ബാഗ് ഇതാരുടെ ബാഗ് എപ്പോ എന്തുപറ്റി അണഞ്ഞു പോയത് ഒന്നും കൊടുത്തില്ലല്ലോ വയ്യേ എന്താ നീ സപ്പോർട്ട് ചെയ്യണ്ടേ അഞ്ചേരുള്ളതാണ് നല്ല ഫംഗ്ഷൻ വരുന്നിടത്തുള്ളതാണ് അടുത്ത പൊളി വിളിക്കാനുള്ള അവര് കഴിച്ചിട്ട് ഇവനോട് ഞാൻ അതാ പറഞ്ഞു പൂരത്തിന് വരാൻ പറഞ്ഞപ്പോ ഇവൻ എന്താ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചു. ഓക്കെ എന്റെ ക്ലാസ്മേറ്റ് ആണ്, ഒരുമിച്ച് പഠിച്ചതാണ്. അവനെ കുറച്ച് അവിഹിത ബന്ധമുണ്ട്. 2008 കേട്ടോ. ഇത് അവിഹിതത്തിന്റെ ബഹളം ഇവിടെ മൊത്തം. നമ്മളെ സ്വന്തം നമ്മള് ഞാൻ മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഞാൻ ഓരോ കാര്യം ഇത് മാത്രം എക്സ്ക്ലൂസീവ് ഷോട്ട്, ബാക്കിയുള്ളവരാരും പിടിക്കാനായിരുന്നില്ല. പിടിച്ചായിരുന്നു. ഞാൻ നേരത്തെ ഒന്നും മൈൻഡ് ചെയ്യില്ല, സോറി. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അല്ല ഓട്ടായിരുന്നു, ഓരോ വിളിക്കും. ഓരോരുത്തർ വരുമ്പോ വിളിക്കും. അപ്പൊ അവരത് പിക്ക് ചെയ്തൊക്കെ നിന്നിട്ട് ടേക്ക് കെയർ ചെയ്യണ്ടേ? നമുക്ക് അറിയുന്ന ഒരാളുടെ കൂടുതൽ അതാണ്. എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയം ഉണ്ട്. നിന്റെ വീട്ടുകാരെ മൊത്തം കണ്ടു, നിന്നെ മാത്രം കണ്ടില്ല. ഞാൻ ഓട്ടം മറ്റേ വീൽസ് വെച്ചോടിച്ചു. ഞാൻ കണ്ടു, ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ നീ എന്റെ ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയി. ഞാൻ പിന്നെ വിചാരിച്ച ഓടയല്ലേ, ഓടട്ടെ എന്ന് വിചാരിച്ചു. എന്താണ് പണിക്ക് പോയത്? എടാ പണിക്ക് പോരുത് നമ്മള്. ഇപ്പൊ ശാന്തിയാണ് ഞാൻ, നല്ല ശാന്തിയാണ്. ശാന്തിയൊക്കെ വരിക, രാവിലെ ബിരിയാണി, ഉച്ചക്ക് ബിരിയാണി, രാത്രിക്ക് ബിരിയാണി. ഇതാണ് ശാന്തി. ചായ കുടിക്കാൻ പോക്ക്, ഇതാണ് ശാന്തി. എപ്പോ ഞാൻ തിരക്കില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വൈഫ് വന്നിട്ട് പോയി കുറച്ച് മുമ്പ് പോയതല്ലേ. ഹായ് പറ, ഹായ് ചേച്ചി. ഫോട്ടോ എടുത്താ? ഹായ്. സത്യം പറയാല, ഗ്ലാൻസ് അത് ഗംഗ കൊണ്ട് തൂക്കി, അത്രേ ഉള്ളു. അതിനപ്പുറം വേറെ വാക്കില്ല. പ്രൊമോഷൻ അല്ലേ? എത്ര രൂപ? 50 രൂപ. ഗംഗ വേറെ വാക്കില്ല. നിന്റെ ഡാൻസ് മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അയച്ചോ ഫുഡ് കഴിക്കണ്ടേ? ഡി ഉണ്ട്. അവര് ഫുഡ് കഴിച്ചിട്ടല്ലേ, അവര് ഫുഡ് കഴിക്കാൻ വരുമ്പോ അയ്യോ എന്റെ പിള്ളേര് ഫോട്ടോ ഫോട്ടോ എടുത്തില്ല എന്റെ പിള്ളേര്. ഒരു മിനിറ്റ്, ഒരു സൈഡ് പറഞ്ഞ് ഞാനില്ല ഫോട്ടോ എടുക്കാം.
അവസാനം നമ്മുടെ ആ സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോവാണ്. നമ്മളൊരു മുതുക്ക് ഫോട്ടോ ഫ്രെയിമാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി സന്ദീപ് വന്നു നമ്മൾ അകത്തേക്ക് വരും. ഇങ്ങോട്ട് വരോ? സന്ദീപ് വരും. സന്ദീപിനെ വെച്ച് സന്ദീപിനെ മച്ചാൻ വിട്ടാടാ. വീണ്ടും കൊണ്ടുപോയാന്ന് മച്ചാൻ വീട്ടിൽ. സന്ദീപ് എന്താ കട്ടേടാ അത് പറഞ്ഞു സതി പറഞ്ഞു സന്ദീപ് എപ്പടി ഒരു 2 മിനിറ്റ് കൂടാ അവരെ പാട്ടിട്ട് കാർത്തി തന്നെ പറയും ക്യാരം ബോർഡ് അവര് പോയാ സ്റ്റേജ് ഇല്ലേ? എടാ ഇങ്ങനെ തിരിച്ചേ. ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ 4 പേരും നൈസായിട്ട് പ്ലിങ്ങി. അവരിവിടെ ഇല്ല. ഉണ്ടാ അപ്പം നമ്മള് ഇതിപ്പോ തൽക്കാലം സൈഡ് എവിടെയും വെക്കാം. സൈഡ് എവിടെയും വെക്കാം. അവിടെ റൂമിൽ സൈഡ് വെക്കാം. റൂമിൽ പിന്നെ എടുക്കണ്ടേ? ഇവരുണ്ടല്ലോ ബൗൺസേഴ്സ് ഉണ്ടോ? നോക്കിക്കോളൂ. ആയിരിക്കാം പിടിയാ. ആ അകത്ത് വരണം. റോഡ് സൈഡ് വെച്ചോണ്ടേ നോക്കിക്കോണേ. സൈഡിലെടുക്ക്. ശരി ശരി ശരി. നമ്മൾ പ്ലിങ്ങിയിരിക്കുകയാണ്. സൂപ്പറായിട്ട് നമ്മൾ നമ്മൾ പ്ലിങ്ങിയടാ നൈസായിട്ട് നല്ല രീതിക്ക് പ്ലിങ്ങി. അതൊക്കെ അത്രേ ഉള്ളൂ. അണ്ണാ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഇത്രയും വലിയ ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഈ അവസരത്തിൽ എന്ത് പറയാനുണ്ട്? ഞങ്ങൾ പ്ലിങ്ങി. ഇതിന് പറ്റുന്നത് പ്ലിങ്ങി എന്ന് പറയാം. 2ാമത്തെ പ്രാവശ്യമാണ്. എടാ എന്താടാ നിങ്ങൾ എല്ലാവരും കിടപ്പണ്? എല്ലാവരും കിടപ്പണ്. സർജന്റെ ഫോട്ടോ എടുക്കണോ? സർജന്റെ ഫോട്ടോ എടുക്കണോ? ഇത്ര നല്ല യൂട്യൂബർ ഇവിടെ വന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കണ്ട. സർജന്റെ കല്യാണം കഴിഞ്ഞാ പെണ്ണുങ്ങളെ കണ്ട അപ്പതാണ് പരിപാടി. ക്യാമറ എടുത്തിട്ട് പറയും ഞാൻ വ്ളോഗറാണ്. എന്നെ നാരായണൻകുട്ടി നിന്റെ കല്യാണം എത്ര കൊല്ലം കഴിപ്പിച്ചു വിട്ടു. നിങ്ങളുടെ കല്യാണം 1 വർഷം മുമ്പ് കഴിഞ്ഞല്ലേ? എന്തോ ഒരു കഷ്ടാണ്. നാരായണൻകുട്ടിനെ സ്പെഷ്യലായി ശ്രദ്ധിക്കണം. ഞങ്ങൾ എന്റെ പിള്ളേരാര് പെൺകുട്ടികളെ അതൊക്കെ അവനൊക്കെ പറയും. നമ്മള് സൂക്ഷിച്ചോണം. എപ്പോഴും സൂക്ഷിച്ചോണം. സർജിന് സാബുനോട് എന്തോ പുലങ്കശമായി ചർച്ച ചെയ്യുന്നു. പറയടാ. പറഞ്ഞ സർജിനോട് ഇവർക്കൊരു ഫോട്ടോ എടുത്ത് അമ്മാനെ അവരെന്താ സംസാരിക്കുന്ന ആൾക്കാരെ അറിയാൻ പറ്റില്ല. இந்த தமிழ்ல இருந்தில்லை, கருந்தமிழ்ல சரி இப்போ நான் பேசியது தொல்காப்பியம் கேட்டுருக்கோம். தொல்காப்பியத்தில் உள்ள தொல்காப்பியம் திருக்குறளில் உள்ள வேர்டுள்ள நம்ம நிறைய பேசியிருக்கோம். கருக்காப்பியம் தமிழ் தான் நாம பேசியது. இன்னொரு பையன் இருக்கு, அவன் பையனை பேர் எனக்கு தெரியல. அவன் எல்லா வாக்கையும் தொல்காப்பியத்தில் இருக்காரு. ഞാൻ ബൗൺസർ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കണ്ടപ്പോ ഇത്ര നേരം വിളിച്ചായിരുന്നേ. സോറി എല്ലായിടത്തും എനിക്കിട്ടാണ് സർജൻ ഫോട്ടോ അല്ല ഒരു ഫോട്ടോക്ക് 100 രൂപ വെച്ചാൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോക്ക് 100 രൂപ വെച്ചാൽ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലണ്ട സർജന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങള് ഫാൻസാ? സർജൻ ഫാൻസാ? തമിഴ് പേസ தெரியுமா? അണ്ണ അതേ അണ്ണ സാബുണ്ണ അണ്ണനെ വിളിക്കാൻ വരാൻ പറ്റാത്ത അവസ്ഥ. അണ്ണ മാഗി മച്ചനാണ്. മാഗി മച്ചൻ ഉത്തരവാദി. അവന് കൊടുത്തില്ലേ? എന്റെ കൈനെ പിടിച്ച് വളച്ച് നീയാണ് അണ്ണനെ വിളിക്കാൻ ഇവനാണ് പറഞ്ഞല്ലേ. അണ്ണ ഞാൻ പറഞ്ഞു അണ്ണനെ വിളിക്കാൻ പോകുന്നത് സന്ദീപ് തട്ടിക്കൊണ്ടുപോയ മാഗി മച്ചാനെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. സന്ദീപിന് ഒരു പ്ലാനും അന്നില്ലേ. ഇവൻ ചുമ്മാ തള്ളേ. സന്ദീപിന് ഒരു പ്ലാനും ഇല്ല. നീ സന്ദീപിനായി വിളിക്കാൻ വന്ന ബെൻസ് നീയാണ് എടുത്തോണ്ട് സർജൻ ഏയ് ഒരു ഫോട്ടോ വെച്ച് ഞാൻ 100 രൂപ വാങ്ങിട്ടെ. ഒരു ഫോട്ടോ വെച്ച് 100 രൂപ. പൈസ സർജിന് പൈസ കൊടുക്കണോ? അവൻ പൈസ കൊടുക്കേ.
അങ്ങോട്ട് 100 ரூபா வாங்கினா தப்பாது சரியா? கண்டிப்பா வேண்டதானே. கண்டிப்பா வாங்கலாம். வேலை முடிஞ்சு தான் பைசா வரணும். பைசா வந்தா காத்துன வேண்டி தரேன். ஆமா. எனக்கு பாதி கமிஷன். ஓகே பாதி கமிஷன். சரி. என்ன ஓகே 100 ரூபா. இவனை தூக்கு. അവനെ തൂക്കി. എക്സ്ക്യൂസ് മീ. അയ്യോ തക്കമേദസ്. കഴിച്ചാ? ഓക്കേ ഞാൻ കഴിച്ചില്ല. എടാ ആ VIP ലോഞ്ച് ആരെയും കാണിച്ചു തരാമോ? ആരാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആരാ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ആരാ ഉള്ളത്? കഴിഞ്ഞ ഫോട്ടോ അവിടെ VIP ലോഞ്ച് ഒന്ന് കാണിച്ചാ? കഴിക്കും. VIP ലോഞ്ച് ഇല്ലേ അത് കാണിച്ചാ? ഫുഡ് കഴിക്കണം. ആ വാ അത് കാണിച്ചു. ആരാ സാബുൺ ഉണ്ടല്ല? സാബുണ്ടാ അണ്ണാ ഈ കൊച്ചു സെൽഫി എടുക്കണോ? ഫോണുണ്ടാ? ഞാൻ ഇവിടെ 100 രൂപ വെച്ചൊരു ഫോട്ടോയ്ക്ക് സാബുണിനെ കൊടുത്ത സർജറി കൊടുത്ത ഫോട്ടോക്ക് 100 രൂപ. ഞാനിന്ന് കോടീശ്വരനാണ്. വാടാ വാ 100 രൂപ എടുത്തില്ല 100 രൂപ തന്നെ. ഞാൻ ഫോട്ടോക്ക് 100 രൂപ വെച്ച് വാങ്ങിച്ചടാ. ഫോട്ടോക്ക് 100 രൂപ. ഞാൻ കോടീശ്വരനാടാ. നോക്കടാ വാടാ ഇതിലാടാ നേരത്തെ കാത്തിപ്പിനോട് നമ്മൾ കൊടുക്കാനുള്ള തീരുമാനത്തിൽ പിന്നെയും കിടക്കുകയാണ്. ഇത് കൊടുക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. എന്താകുമോ എന്തോ യാതൊരു ഐഡിയ ഇല്ല. കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഇപ്പോഴെങ്കിലും. എൻ്റെ ക്യാമറമാനായിട്ട് എന്താ ഇല്ലല്ലോ അതുമില്ല വേണ്ട നിലവിൽ പച്ചക്കറിയിലൊക്കെ ഉണ്ട്. നിനക്കൊരു പച്ചക്കയില് ചേച്ചി കഴിച്ചാ? പോണോ? ശരി കടത്തിനെ കണ്ടല്ലോ. എല്ലാരും നിൽക്കുമല്ലേ? ഇംഗ്ലീഷ് ഒന്നും എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടാ. മതി എനിക്കില്ല. വിട് നമ്മുടെ യൂട്യൂബിൽ വരുന്ന സാധനങ്ങളൊന്നും എനിക്ക് വായിക്കാനൊന്നും അറിഞ്ഞൂടാ. ഇവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. ഇവന്റെ ഫോണിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവൻ പറഞ്ഞു തരും മലയാളത്തിൽ ചേച്ചി ഇന്ന സാധനങ്ങളാണെന്നൊക്കെ. ഇവനാണ് എന്നെ ഹെൽപ്പ്. കാർത്തിനെ കണ്ടായിരുന്നില്ല? കാർത്തിക് കണ്ടു. പറഞ്ഞില്ല പോണെന്ന് പറഞ്ഞാ ശരി പോടാ. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കടാ. എടാ അയ്യോ പോണാ എന്നാ DJ ആണ്. എടാ വാടാ കയറാ. എടാ വാശി വേണം. സന്ധ്യനെ വിളിച്ചേ. അല്ല അവനെ വിളി. വാസിനെ വിളി. കാർത്തികേട്ടൻ കയറിയാ? സ്റ്റേജ് കയറിയാ? ഇത്ര ഇത് കട്ട് ചെയ്യട്ടെ? ക്യാരം ബോർഡ് കാർത്തികേട്ടൻ്റെയും ഇത് ഓജാബൈ ഉബോടായി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല തവണ തടസ്സം വന്നു. ഇത് കൊണ്ടു കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു.
ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇന്ന് അംജുവിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ അംജു. ഹാപ്പി ബർത്ത്ഡേ ലൂക്കാച്ചാ. ഹാപ്പി ബർത്ത്ഡേ ലൂക്കാച്ചാ. എന്നെ എല്ലാ കൊല്ലം ഫസ്റ്റ് വിഷ് ചെയ്യുന്നതാണ് നാരായണൻകുട്ടി. അമ്പാൻ ഇന്നത്തെ പരിപാടി നൈസിലായിരുന്നാ? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, അതിന്റെ പോരായ്മ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കുട്ടിക്ക് എന്താ ഒരു ഇത്. അമ്പാനും ടീമൊക്കെ ഇറങ്ങി. അമ്പാനെ സെറ്റാണ് കേട്ടാ. താങ്ക് യു. നമുക്ക് ഇനി എന്തെങ്കിലും പരിപാടി ഞാൻ കാണാം. നമുക്ക് അഞ്ചുകൊണ്ട് നിങ്ങളോട് എപ്പോഴും സംഭവം സെറ്റായിരുന്നു കേട്ടാ. എല്ലാത്തിനും കൂടെ നിന്ന് ശാസ്ത്ര അമ്പാൻ. ഒറിജിനൽ പേര് സുഭാഷ് എന്നാണ്, അമ്പാനെന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നില്ല ഇപ്പൊ. ട്രിവാൻഡ്രത്ത് അമ്പാനെന്ന പേര് അറിയപ്പെടുന്നത്. ഇന്നലെ സെറ്റല്ലായിരുന്നു അമ്പാൻ കല്യാണത്തിനും. അതാണ് ഞാൻ രണ്ടുപേരെ കണ്ടില്ല ഇതുവരെ. വളരെ നല്ല കല്യാണമായിരുന്നു. പുതിയ വീഡിയോ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലേ? ഞാൻ ഇല്ല, ഞാൻ കൊച്ചിയിലായിരുന്നടാ. കൊച്ചിയിൽ പോയി പറ്റിയുടെ കാര്യം പറഞ്ഞു. കൊച്ചിയിൽ പോയി പറ്റിയൊക്കെ എന്റെ പണിക്കിന്റെ പോകണ്ടേ? അതിന്റെ പിന്നെ ഞാൻ കൊച്ചിയിൽ പോകണ്ടേ? അമ്മ എന്തിനാ? അമ്മ വേറെ ലീഗ്. ഒരു രക്ഷയില്ല. താങ്കളൊക്കെ പീക്ക് ലെവലൊക്കെ നിൽക്കുന്നത്. ആ കാണാൻ നിങ്ങൾ വേണ്ടി അമ്മ വേറെ അമ്മ രണ്ടു മിനിറ്റ് കളിച്ചപ്പോ തളർന്നപ്പോ ഇപ്പോഴത്തെ പിള്ളേരെ കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. നീ അമ്മ പോലും ഒരു തോന്നല്. അയ്യോ ഇല്ലടാ, സത്യം അഭിനയത്തിന് കാര്യത്തിന് അമ്മ ഒരു രക്ഷയില്ല. വേറെ റേഞ്ചിൽ നിക്കണ്. ഒരു രക്ഷയില്ല. അടപ്പണ്ടാ കാർത്തിക് സൂര്യക്ക് കുറച്ച് വെള്ളം വേണമെന്ന്. നമ്മളങ്ങനെ മുല കൊടുത്ത് ഫോട്ടോ എടുത്തു. ഐശുവും പിള്ളേരും പോണേന്. ഐശു പോണേണോ? അടിപൊളിയായിരുന്നു. നാളെ പോകണം. നാളെ കഴിഞ്ഞ് മറ്റന്നാ പോകണം. കൊച്ചിന് വയ്യ. നാളെ ഒരു റെസ്റ്റ് കൊടുക്ക്. മറ്റന്നാളെ പോകുന്നത്. ആ മറ്റന്നാ അവിടെ നാളെ നിങ്ങൾ പോണ്ട. എന്തിനാ പോയിട്ട്? എപ്പാ? രാവിലെ 9:15 ട്രെയിനുണ്ട്. ഇന്നറാ ആലപ്പുഴ കൂടാ പ്ലാൻ ചെയ്തോളാം. ചെന്നൈക്ക് ചെന്നൈക്ക് വരും. ചെന്നൈക്ക് നേരത്തെ പറയാം. നേരത്തെ പറയാം. ബൈ ബൈ ബൈ. പുകയുടെ കാലത്ത് ഫോട്ടോ എടുക്കണ്ട. ഹായ് റൊമാൻറ്റിക്. ഇതാരാ ഇത്? ഹായ് മമ്മൂട്ടി. മമ്മൂട്ടിനെ നീ കണ്ടില്ല? പിന്നെ കണ്ടതല്ലേ? ഹായ് മുതലേക്ക് റൊമാൻസ് വന്നേ. 4 വർഷങ്ങളായി ബമ്പർ ചെയ്ത് റൊമാൻസ് വരാത്ത മുതലേക്ക് ഇപ്പൊ റൊമാൻസ് വന്നു. വെയിറ്റ് പോലുണ്ട്. ഇത് മൊത്തം പുകയല്ല, മൊത്തം പുകയാട്ടെ. ഒന്നും കാണരുത്. റൊമാൻസ് റൊമാൻറ്റിക് എന്തായിരുന്നു എന്റെ പുല്ല്. അയ്യോ സ്റ്റെപ്പിന്റെ അയ്യരളിയൊക്കെ എങ്ങനെ കണ്ടില്ല? യമുനോട് ചോദിച്ചാൽ മതി. യമുനോട് ചോദിച്ചാൽ എങ്ങനെ പറയാം? എങ്ങനെ വെച്ചാൽ യമുനെ പറഞ്ഞു തരും. നീ യമുനയല്ലേ? യമുന എങ്ങനെയാ ദിവസം? അടിപൊളി പരിപാടി. സെറ്റല്ലായിരുന്നു. ലാസ്റ്റ് എക്സ്പെക്ട് അതിലായിരുന്നു ഷോ ആയിരുന്നു. ലാസ്റ്റ് ഇല്ലേ അടിപൊളി പരിപാടിയായിരുന്നു. ലാസ്റ്റ് ഒക്കെ കുറെ കൂടി കിടിലായി. ഷോ ആയി പോയനെ. നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ പ്ലിങ്ങി പരിവായെങ്കിലും നമ്മൾ കൊടുത്ത് നമ്മൾ കിടക്കാണ്ട് കൊടുത്തല്ലടാ. എല്ലാരും നോക്കിയൊക്കെ നമ്മൾ കൊടുത്ത്. അതിനല്ല കിടില ഇൻട്രോയും കിട്ടി. സാധാരണ ഗിഫ്റ്റ് ചെയ്യണ പോലെ കൊടുത്തു പോയേനെ. വെറുതെ കൊടുത്തു പോയേനെ അല്ലേ? അതിനൊക്കെ മേലിൽ വന്നേനെ. ഗംഗയും യമുനയും നടന്നു വരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിന്റെ ഡാൻസ് ആയിരുന്നു ഏറ്റവും വൈബ്. ഇല്ലെന്ന് പറ. അല്ല കളി സീരിയസ്ലി പറഞ്ഞ നീ ആ നന്നായിരുന്നു. നിന്റെ സിംഗിൾ ഡാൻസ് ആണ് വേറെ ലെവലിൽ പോയത്. കണ്ടില്ലേ നീ? സെറ്റാ വൈബായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു?
അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു പരിപാടി. ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെയായിരുന്നു? അതും അടിപൊളിയായിരുന്നു. എനിക്ക് തലവേദന എടുക്കണം ഭയങ്കര, ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് അനങ്ങാതിരുന്ന് അനങ്ങിയപ്പോഴേ തലവേദന എടുക്കണം. സൈനസൈറ്റിസ് ആയിരിക്കും. അച്ഛനമ്മയൊക്കെ കണ്ടു. എന്തിനു പറഞ്ഞവര്? എല്ലാം ഉമ്മയൊക്കെ തന്ന അമ്മ എനിക്ക്. പോട്ടാണ്. ചേട്ടാ ചേട്ടാ 100 കുറയാൻ പറ്റുമോ? ഒരാവശ്യമില്ലായിരുന്നു ചേട്ടാ. 100 കുറയോ? 100 കുറയില്ലട്ടാ. നമ്മൾ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലെത്തി. കിടിലം പരിപാടിയായിരുന്നു. വൈബിൻ്റെ പീക്ക് ലെവൽ ഓഫ് വൈബായിരുന്നു. അപ്പം എല്ലാ പഴയങ്ങളും നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. മുതലാളി ഹാപ്പി മാരീഡ് ലൈഫ് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.